ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് വെറും 2 മുട്ട വെച്ചിട്ട് ഒരു പാത്രം നിറയെ നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയാലോ. എത്ര ക്രിസ്പിയാണെന്ന് കേട്ടില്ലേ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് നമുക്ക് 5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നമ്മൾ ഇഫ്താറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്നാക്കായിട്ട് ഉണ്ടാക്കാനും നമുക്ക് പെട്ടെന്ന് ഇതിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചിയും, 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കുരുമുളക് അരിഞ്ഞത്, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ചേർക്കാം. അതുപോലെ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില വെള്ളയും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി കളറൊന്നും മാറണമെന്നില്ല, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാലും മതിയാവും. ഇതിന് പച്ചമണമെല്ലാം മാറണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒത്തിരി മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒത്തിരി മസാല ചേർക്കുന്നില്ല. കൂടുതൽ എരിവും കൂടുതൽ മസാലയും വേണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റെഡി ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 മുട്ട പുഴുങ്ങിയെടുക്കണം. ഇനിയിപ്പോൾ അത്യാവശ്യമെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കളർ മാറി വരികയാണ്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മീറ്റ് മസാലയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടുതൽ തന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിവിടെ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് എരിവിനായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾക്കിതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം പുഴുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞെടുത്താലും മതി. കാരണം ഇത് നമ്മൾ സമൂസയിൽ ഫില്ല് ചെയ്യാനിട്ടല്ലേ, അന്നേരം കനം കുറഞ്ഞിരിക്കുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും മുട്ടയും നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അത് ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ഇതിലേക്ക് മുട്ട മാത്രമേ, നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ലേ തന്നെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടീസ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. കെച്ചപ്പിൻ്റെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മയോണൈസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതിലിപ്പം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സമോസ ഷീറ്റ്സാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സമോസ ഷീറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ മൈദ ഒരു ലേശം ഉപ്പും വെള്ളവും ഒഴിച്ച് കുഴച്ച് അത് ഷീറ്റ്സായിട്ട് നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും ചേർക്കാം. ഞാനിപ്പം ഫോൾഡ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ആദ്യം 2 തവണയായിട്ട് മടക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ രീതിയിൽ മടക്കിയെടുത്താൽ മതിയാവും. ആദ്യമായിട്ട് സമോസ ഉണ്ടാക്കുന്ന ആൾക്കും നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് വളരെ പെർഫെക്റ്റായിട്ടൊന്നല്ല ചെയ്യുന്നത്, കാരണം ഇത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല. ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഫെയിൽ പ്രൂഫായിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് ചാടാറില്ല. അതുപോലെ ഉള്ളിലേക്ക് ഒത്തിരി എണ്ണയൊന്നും കയറാറുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് എല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, സമോസ ഷീറ്റ്സ് ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തി പോലെ കനം കുറച്ച് പരത്തിയെടുക്കുക. ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദയാണെങ്കിലും. എന്നിട്ട് അതിങ്ങനെ ഷീറ്റ്സായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അന്നേരം തീരെ കനം കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അന്നേരം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഈ മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ എപ്പോഴും ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത് കരിഞ്ഞു പോകത്തില്ല. തീരെ കനം കുറഞ്ഞിട്ടല്ലേ ഈ സമോസ ഷീറ്റ്സ് ഉള്ളത്. അന്നേരം സമോസ ഷീറ്റ്സ് വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രീസറിലേക്കൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടും കരിയാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസാസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
അങ്ങനെ എല്ലാം തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന പോർഷനിൽ നമ്മൾ ഇച്ചിരി മൈദ കലക്കിയത് വെച്ചിട്ട് ഒട്ടിക്കുക, പശയായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുക, ഒട്ടിച്ച് വയ്ക്കുക. ഇപ്പോൾ മൈദ ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ മുട്ടയാണെങ്കിലും മതി കേട്ടോ. മുട്ടയുടെ വെള്ളം ഒന്ന് കലക്കി എടുത്തിട്ട് അതിങ്ങനെ പുരട്ടി കൊടുത്താലും മതി, നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. ഞാനിപ്പം ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപടി ഞാൻ ഇതെടുത്തൊന്ന് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് ഫ്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ചൂടായ എണ്ണയിലേക്ക്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് 2-3 എണ്ണ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണ വേസ്റ്റ് ആക്കാറില്ല. വളരെ കുറച്ച് എണ്ണയിൽ ഞാൻ കുറച്ചിട്ടേ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഒത്തിരി എണ്ണ ആയി കഴിയുമ്പോൾ പിന്നെ ആ എണ്ണയ്ക്ക് യൂസ് ഇല്ലല്ലോ. അത് രണ്ടാമത് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ എപ്പോഴും പൊരിച്ചെടുക്കാറുള്ളത് കേട്ടോ. ഇതിപ്പം കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം കണ്ടില്ലേ എന്തൊരു ക്രിസ്പാന്ന് കണ്ടില്ലേ, കണ്ടാൽ തന്നെ നമുക്ക് ടെംപ്റ്റിംഗ് ആണ്. ഇതിപ്പോൾ സമൂസാസ് എല്ലാം തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്ര സമൂസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വെറും 2 മുട്ടയിൽ നിന്ന് കേട്ടോ. 2 മുട്ടയും സവാളയും മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഇത്ര ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇത് എത്ര ക്രിസ്പിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കേട്ടില്ല, ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഇച്ചിരി നാറട്ടെ, അന്നേരം ഞാനിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതേ കണ്ടില്ലേ, ഇപ്പം ഞാനിത് പൊട്ടിച്ച് കാണിക്കട്ടെ. നല്ല കറുമുറ സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങി വെക്കാതെ. കാരണം ഇതൊക്കെ കടയിൽ, നമുക്ക് എല്ലാ കടകളും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒട്ടുമിക്ക കടകളിലും ഈ ഫ്രൈ ചെയ്യുന്ന എണ്ണയൊക്കെ അവർ ഒത്തിരി കാലത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ മാറ്റുന്നത്. അത് പല രോഗങ്ങളുണ്ടാകാനിട്ടും ഒക്കെ കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചിക്കൻ്റെയും ബീഫിൻ്റെ എല്ലാം സമൂസ കഴിച്ചിട്ടില്ലേ, അതിനേക്കാൾ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.